ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോട്ടോഷോപ്പ് വെച്ച് നമ്മുടെ ഒരു ലോഗോനെ എങ്ങനെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കളർ ആയിക്കോട്ടെ, ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അങ്ങനെ റിമൂവ് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോയിലും പിന്നെ നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ ലോഗോ അവിടെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ, അത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ലോഗോ തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് 2019 വെർഷനാണ് കേട്ടോ ഫോട്ടോഷോപ്പിൻ്റെ. പഴയ ഫോട്ടോഷോപ്പിലും ഏകദേശം ഈ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ സെറ്റിങ്സ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഫയലിൽ പോവുക, ഓപ്പണിൽ പോവുക, എന്നിട്ട് നമുക്ക് നമ്മുടെ ലോഗോ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ലോഗോ ഇമേജ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ലോഗോ ഇമേജാണ്. ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കണ്ടോ, ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കളയണം. അപ്പോൾ ഇത് നമുക്ക് പല രീതിക്ക് കളയാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഇറേസർ വെച്ച് ചുമ്മാ ഇങ്ങനെ മാച്ച് കളയാം. അത് വലിയ പാടാണ്. നമ്മളിങ്ങനെ മാച്ച് കയറി പോകുമ്പോൾ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ കൺട്രോൾ Z അടിച്ച് അടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ സെലക്ഷൻ ടൂൾ വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കി ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ കളയാം. അതും വലിയ പാടാണ്. അതും നമുക്ക് ഉദ്ദേശിക്കുന്ന കൂട്ട് ക്ലിയറായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഡീസെലക്ട് ചെയ്യാം കേട്ടോ. ഡീസെലക്ട് ചെയ്യാനായിട്ട് ആൾട്ടിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഡീസെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് അടുത്ത രീതിക്ക് കളയാവുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഫോട്ടോഷോപ്പിൽ ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കളയാം. അല്ലെങ്കിൽ മാജിക് സെലക്ട് ഉണ്ട്, അത് വെച്ചിട്ട് കളയാം. ഇപ്പോൾ ക്വിക്ക് സെലക്റ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ക്വിക്ക് സെലക്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ സെലക്ട് ആയി വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വൈറ്റൊക്കെ ഇതിവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ക്വിക്ക് സെലക്ട് വെച്ച് അങ്ങനെ കളയാം. അപ്പോൾ ക്വിക്ക് സെലക്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കളയാം. മറ്റേ ഇറേസറിനേക്കാളും ഈസിയാണ് ക്വിക്ക് സെലക്ട്. ഇനി നമ്മളിവിടെ മാജിക് ബാൻഡ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇത് ഞാനൊന്ന് ഡീസെലക്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഡീസെലക്ട് ചെയ്തു. ഇനി മാജിക് ബാൻഡ് എന്ന് പറഞ്ഞ വേറൊരു ടൂളുണ്ട്. ഇതും വെച്ച് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ അവസാനം പറയാം. ലെയർ സെലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, മാജിക് ബാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് ബാൻഡ് വെച്ചിട്ട് വൈറ്റ് കളർ മൊത്തം പോയി. അപ്പോൾ മാജിക് ബാൻഡ് നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മാജിക് ബാൻഡാണ് ടെസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഇറേസറിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്മുടെ ഇറേസർ പോലെ തന്നെയാണ്, കുറച്ചാണ് മായുള്ളൂ. നമ്മളിങ്ങനെ മാച്ച് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട്. അടുത്തതായിട്ട് നമുക്ക് മാജിക് ഇറേസർ ഉണ്ട്. മാജിക് ഇറേസർ ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ മാറ്റി കൊടുക്കണം. പക്ഷേ മാജിക് ഇറേസർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് മൊത്തത്തിൽ പൊക്കോളും. അപ്പോൾ നമ്മുടെ ലോഗോയിൽ വൈറ്റ് ഇല്ലാത്ത തന്നെ നമുക്ക് വൈറ്റ് മൊത്തത്തിൽ പൊക്കോളും. ഇപ്പോൾ മാജിക് ഇറേസർ എന്ന് പറഞ്ഞ ടൂൾ എളുപ്പമാണ്. കാരണം മാജിക് ഇറേസറിൽ 2 ക്ലിക്ക് ചെയ്തപ്പോഴേക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയി കിട്ടി. പിന്നെ നമുക്ക് എളുപ്പമുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയാൻ എളുപ്പമുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളയാൻ നമുക്ക് അടുത്ത എളുപ്പമുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ മാജിക് ബാൻഡ് ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ് അടുത്ത എളുപ്പം. ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതും നമുക്ക് എളുപ്പമുള്ള ടൂളാണ്. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് ഏകദേശം എല്ലാ പോർഷൻസും നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. പിന്നെ ചെറിയ വശപ്പശകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൂം ചെയ്യാം. ഈ സൂം ചെയ്യാനായിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട്
ഈ സെലക്ഷൻ ടൂൾ കൊടുക്കാനായിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് സ്ക്രോൾ ബാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്താലും മതി. ഇങ്ങനെ സൂം ചെയ്യാം. അപ്പോൾ നമുക്ക് വൈറ്റ് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത മാജിക് ബാൻഡ് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ എടുത്താലും മതി. മാജിക് ബാൻഡാണ് ഏറ്റവും എളുപ്പമല്ലോ. അപ്പോൾ മാജിക് ബാൻഡ് എടുക്കുക, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. നീലയിൽ സെലക്ട് ചെയ്താൽ നീല പോവും. അപ്പോൾ നീല സെലക്ട് ചെയ്യാൻ പാടില്ല, വെള്ളയിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. അങ്ങനെ എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. കുറച്ചുകൂടി സൂം ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ചുമ്മാ കാണിക്കണേനാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ വൈറ്റ് ഉണ്ട്, ഈ ഉള്ളിലൊക്കെ വൈറ്റ് ചില സ്ഥലത്തുണ്ടാവും. ഇവിടെ കുഴപ്പമില്ല, ഈ എയുടെ ഇവിടെ ഒരു വൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ ആ വൈറ്റും കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ലോഗോ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ നോക്കാം. ബാക്കിയൊക്കെ നമ്മുടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ. ഇടയ്ക്ക് ചെറിയ ഈടെയും ഏടെയൊക്കെ ആ ഹോളുകളിലാണ് പ്രശ്നം വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ശരിയാക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എളുപ്പമുള്ള ടൂൾ എന്ന് വെച്ചാൽ മാജിക് ബാൻഡ് ടൂളും എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇറേസറിൽ മാജിക് ഇറേസർ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതും എളുപ്പമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളയാൻ പറ്റും. ബാക്കിയുള്ള ടൂളും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വേറെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകളാണ്. അപ്പോൾ ഇനി നമ്മളിത് സേവ് ചെയ്യേണ്ട ഫോർമാറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ നമുക്ക് ഫയലിൽ പോയിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ PNG ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു PNG ഫയൽ തന്നെയാണ് എടുത്തത്, അതുകൊണ്ട് നമുക്ക് PNG ആയിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് PNG ആയിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ടിൽ പോയിട്ട് ഇവിടെ ഫയലിൽ എക്സ്പോർട്ടിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് PNG കൊടുക്കാം. അല്ലെങ്കിൽ എക്സ്പോർട്ട് ആസിൽ പോയിട്ട് PNG സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഏത് വഴിയിൽ വേണമെങ്കിലും സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് ക്വിക്ക് എക്സ്പോർട്ട് ആസ് PNG ആണ്. കാരണം പിന്നെ നമുക്ക് PNG ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്വിക്ക് എക്സ്പോർട്ട് ആസ് PNG കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇടേണ്ട ഡെസ്റ്റിനേഷനിൽ നമ്മൾ സേവ് ചെയ്യും. ഇപ്പോൾ ഞാനിത് ചുമ്മാ PNG എന്ന് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ലോഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോണിലും ട്രാൻസ്പെറൻറ്റ് ലോഗോ ആക്കാൻ പറ്റും. ഒരു ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ ഫോണിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.